എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കൊണ്ടാട്ടമാണ്. ശരിക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്കിത് ചപ്പാത്തിയും അപ്പവും അതുപോലെ തന്നെ പൊറോട്ട എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ബീഫ് കൊണ്ടാട്ടമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല രുചിയോട് കൂടിയിട്ട് ബീഫ് കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് കൊണ്ടാട്ടം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ ചെറിയതാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബീഫ് നമുക്ക് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഈ ഒരു ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം ബീഫ് വേവിക്കുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബീഫ് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചിട്ടെടുക്കണം കേട്ടോ. പൂർണ്ണമായിട്ടും ബീഫ് ഇപ്പോൾ വേവിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം മാത്രം ഇപ്പം നമ്മൾ വേവിച്ചിട്ടെടുത്താൽ മതി. ഓരോ ബീഫിന്റെ വേവ് പലതായിരിക്കും, അതിനനുസരിച്ച് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ച് അതിന്റെ ഒരു ആവി പൂർണ്ണമായും പോയതിനു ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെന്ത് വന്നാൽ ഒരു അരിപ്പത്തവി കൊണ്ട് കോരി നമുക്ക് ഈ ഒരു ബീഫ് കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫും ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചിട്ടെടുക്കുക. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഒരുപാട് എരിവില്ല, കാരണം നമ്മൾ ബീഫ് കൊണ്ടാട്ടം ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണിത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. കൂടാതെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ ഇതുപോലെ ഫുള്ള് പിഴിഞ്ഞെടുത്തതാണിത്. ഇതിന് പകരം വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ്. ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു കോഴിമുട്ട നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം. ഇനി അഥവാ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊരു വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ആ ഒരു വെള്ളം നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ബീഫ് വേവിച്ച ഒരു വെള്ളം തന്നെ ഇല്ലേ, ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാടൊന്നും വേണ്ട, ആ ഒരു ബീഫ് വേവിച്ച ഒരു വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളൊരു 1/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫ് കഷ്ണങ്ങളാണ്. ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു ബീഫ് കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. കുറഞ്ഞത് നമ്മളൊരു 30 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഒരു ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ബീഫ് കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബീഫ് ഒരുപാട് സമയം നമ്മൾ എണ്ണയിലിട്ടങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ട, കാരണം 1/4 ഭാഗത്തോളം ബീഫ് വെന്തതാണ്. അതൊന്ന് പൂർണ്ണമായിട്ടും വെന്ത് വരുന്നതിന് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഒരുപാട് സമയം നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ബീഫിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോകും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഏകദേശം ഒരു 6 മിനിറ്റ് ഒക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആ ഒരു ബീഫ് ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ച് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 4-5 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നമ്മളൊരു 200 ഗ്രാമോളാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ചെറിയതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ പോരാ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നല്ല പോലെ തന്നെ വേണം നമ്മൾ ഈ ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇതുപോലെ ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. വറ്റൽമുളക് പൊടിച്ചത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം 4 ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ ടേബിൾ സ്പൂൺ അല്ല, ചെറിയ ടീസ്പൂണിൽ 4 ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം 4 ടീസ്പൂൺ വറ്റൽമുളക് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ചേരുവയാണ് ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പ് ഒരു 4.5 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതിയാണിത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ അത്യാവശ്യം ഒന്ന് തിളച്ച് കയറി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ബീഫ് കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു ബീഫ് ഇതിൽ കിടന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വറ്റൽമുളക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കൂടി മാത്രം ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ബീഫ് കൊണ്ടാട്ടം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുത്താലും ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എരിവൊക്കെ കറക്റ്റ് ബാലൻസ് ആണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ആ ഒരു ബീഫ് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മുടെ ഒരു ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണിത്. നമുക്കിത് നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും പത്തിരിയും ഇടിയപ്പം എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.